കൊച്ചി എയർപോർട്ടിലേക്കുള്ള യാത്ര. നല്ല മഴയുള്ള ദിവസം, വെളുപ്പാങ്കാലം. ജോൺസൺ മാഷ് കട്ടൻ ചായ ഇല്ല കേട്ടോ, ബാക്കിയെല്ലാം നല്ല വൈബുള്ള നല്ല ത്രില്ലുള്ള യാത്ര. പ്രത്യേകിച്ച് ഇക്കാനെ വിളിക്കാനായിട്ട് എയർപോർട്ടിലേക്കുള്ളതാകുമ്പോൾ ഞാനും മക്കൾ നല്ല വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. ബോംബെ വഴിക്കുള്ള കണക്ഷൻ ടിക്കറ്റ് ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഡൊമസ്റ്റിക്കിലായതുകൊണ്ട്. ഞാനാണെങ്കിൽ ഓരോരുത്തർ വരുന്ന ആ സ്റ്റൈൽ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. മോൾക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഇക്ക വരാൻ വൈകിയോണ്ട് അവൾ അവിടെ നിന്ന് മാറിയിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ നായകൻ എത്തിക്കഴിഞ്ഞു. നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി വന്നിറങ്ങിയത് നല്ല മഴ വൈബിലേക്ക്. പിന്നെ പറയാനുണ്ടോ, ഇക്കാക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നില്ല. അത്രയ്ക്കും എന്താ പറയുക, തുള്ളി കളിക്കണോ, നല്ല ഫുൾ മഴയായിരുന്നു കേട്ടോ. മക്കൾക്ക് വാപ്പാനെ കണ്ടുള്ള സന്തോഷവും വാപ്പാക്ക് മക്കളെ കണ്ടുള്ള സന്തോഷവും ചെറിയ ആൾക്ക് ചെറുതായിട്ടൊരു നാണമൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് വേണമെന്നില്ല. ഞങ്ങൾ നേരെ പോയത് പിന്നെ കോഫി ഹൗസിലേക്കാണ്. ഇന്ത്യൻ കോഫി ഹൗസിലെ ആ ഒരു ചായയും അവിടുത്തെ നെയ് റോസ്റ്റും ഒരു രക്ഷയില്ല കേട്ടോ. അവർ ആ തൊപ്പിയൊക്കെ വെച്ച് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ നെയ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ അവിടുത്തെ ചായയും അവിടുത്തെ ആ കപ്പും, ആ വൈറ്റ് ആൻഡ് വൈറ്റ് ആ കപ്പും സോസും കാണാൻ തന്നെ നല്ല ചേലില്ലേ. അപ്പോൾ അവിടുത്തെ ആ നെയ് റോസ്റ്റൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 മക്കളെയും കോളേജിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. വരുന്ന വഴി നമ്മുടെ ഇരിങ്ങാലക്കുട ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ ഇന്നച്ചനെയും അതുപോലെ തന്നെ ടോവിനെയൊക്കെ ഓർമ്മ വരും. പിന്നെ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കൂടൽമാനുഷി ക്ഷേത്രമാണ്. അവിടെ എത്തുമ്പോൾ ആന ഓടിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയാവും. നല്ല രസമുള്ള ഉത്സവമൊക്കെയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആന ഓടും ഇവിടെ. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.